ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്കിന്ന് കടുക് വറുക്കാൻ മാത്രം അടുപ്പിൻ്റെ അടുത്ത് പോയാൽ മതി, വേറെ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതും നമ്മൾ കിളിമൂക്കൻ മാങ്ങ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്ക് നമ്മുടെ ഇവിടെ ഉണ്ടായതല്ല, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. സോ വരൂ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഒരു ചെനഞ്ഞത്, ഇതുപോലെ കുറച്ച് ചെനഞ്ഞതായി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ കറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാങ്ങ മുറിച്ചെടുക്കാം, പിന്നെ ബാക്കി എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. വരും. ഒരു 10-20 ചെറിയ ഉള്ളി ഇതാ ഞാൻ തോലൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ മതി. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. മാങ്ങ ഇതാ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളതിനെ പീസാക്കി വെക്കണം കേട്ടോ. അതിന് ഒരു ചെറിയ പീസാക്കണം എന്നൊന്നുമില്ല. അതുപോലെ ഇതപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ചെയ്താൽ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാനല്ലേ പോണത് കേട്ടോ. നമ്മളിപ്പോൾ മാങ്ങ ഒരു കറി ഉണ്ടാക്കാനുള്ള എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ അത് ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് മിക്സിയിലിടാൻ പോകണം. മാങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ മിക്സിയിലിടാൻ പോകണം കേട്ടോ. ചെറിയ ഉള്ളി ഒരു 10-20 എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ഇടാം. ഇപ്പോൾ ഉള്ളി എന്തായാലും നല്ലതല്ലേ, എത്ര ഇട്ടാലും നല്ല തണുപ്പല്ലേ. ചൂടിനിപ്പോൾ ഉള്ളി കഴിക്കണത് നല്ല തണുപ്പാണ്. 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം ചെരുവേലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചിട്ട് വരാം. പക്ഷെ അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഫൈനായിട്ട് അരയ്ക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് ഒരു കരുതരിപ്പായിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, വരും അരച്ചിട്ട് വരും. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് നോക്കിയപ്പോൾ തുറന്ന് നോക്കി ആയിട്ടില്ല. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈരോ മോരോ ഏതാണെങ്കിലും കേട്ടോ. ഇതിപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ തൈര് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. പുളിയില്ലെങ്കിൽ അത്ര നന്നായിരിക്കില്ല. പിന്നെ ഇത് തൈരൊക്കെ ഒന്ന് നമ്മളിത് കഴിക്കാറാവുമ്പോൾ ഉണ്ടാക്കിയാലും മതി, പെട്ടെന്ന് തയ്യാറാവുമല്ലോ. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം ഈവണായി പിടിക്കട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി തയ്യാറാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, ലാസ്റ്റ് ഒന്ന് കടുക് വറക്കണം എന്നുള്ളത്. നമുക്ക് അതും കൂടി ചെയ്യാം കേട്ടോ.
കടുക് വറുക്കുകയാണ്. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ കടുക്, 5-6 ചുവന്ന മുളക്, 2 കറിവേപ്പില. ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്തത് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയുണ്ട്. ചോറിന് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ മാങ്ങ, കളിമുക്കൻ ഏത് മാങ്ങയാലും ഈസി ആയിട്ട് കിട്ടും. ഹാപ്പി കുക്കിംഗ്.